നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാർ പൂർണ്ണമായും പാളി, ചർച്ച പൊളിഞ്ഞു. ഇനി ഇസ്രയേലിനെ വിളിക്കുക മാത്രമാണ് പോംവഴി എന്ന് ട്രംപ് തിരിച്ചറിയുന്നു. എല്ലാ വഴികളും അടഞ്ഞതോടെ തങ്ങൾക്ക് മുന്നിൽ യുദ്ധം മാത്രമെന്ന് ട്രംപ് തിരിച്ചറിയുന്നു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ചർച്ചകളിൽ ഇസ്രയേലിനെ പങ്കെടുപ്പിച്ചിരുന്നില്ല ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളുടെ മധ്യസ്ഥരായി നിന്ന പാകിസ്ഥാൻ തുടക്കം മുതൽ ഇസ്രയേലിനെ ചീത്ത വിളിക്കുന്നത് നമ്മൾ കേട്ടു. പ്രകോപനമുണ്ടാക്കരുതെന്നും ചർച്ചകളിലൂടെ ഒരു സമവായത്തിലെത്താൻ കഴിയുമെന്നും ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഒടുവിൽ എല്ലാം പാളി. ഇനി അമേരിക്കയെ രക്ഷിക്കാൻ ഇസ്രയേലിന് മാത്രമേ കഴിയൂ എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു. ഇപ്പോഴിതാ ഇസ്രയേലിനെ പുകഴ്ത്തുകയാണ് ഡൊണാൾഡ് ട്രംപ്. താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കാനിരിക്കെ യുഎസുമായുള്ള സമാധാന കരാർ ഇനിയും അകലെയെന്ന് ഇറാൻ പറഞ്ഞു. യുഎസുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെങ്കിലും കരാറിലെത്താൻ ഉടൻ കഴിയുമെന്ന പ്രതീക്ഷയില്ല എന്നാണ് ഇറാൻ സ്പീക്കറുടെ നിലപാട്. അടിസ്ഥാന ആവശ്യങ്ങളിൽ പലതിലും വിള്ളലുകൾ നിൽക്കുന്നു. അന്തിമ തീരുമാനത്തിൽ നിന്ന് ഇപ്പോൾ ഏറെ അകലെയാണ്. യുദ്ധരംഗത്ത് ഇറാൻ വിജയിച്ചുവെന്നാണ് ഇറാൻ സ്പീക്കറുടെ നിലപാട്. വെടിനിർത്തൽ അംഗീകരിച്ചത് യുഎസ് ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചതുകൊണ്ടാണ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഇറാൻ ഭരണകൂടവും IRGCയും തമ്മിലുള്ള ഭിന്നത ഇപ്പോൾ രൂക്ഷമാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളും യുവ സംഘടനകളുമൊക്കെ ഭരണകൂടത്തിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നു. അമേരിക്കയുടെ മുട്ടിൽ വീഴുന്ന കരാർ ഉടൻ വേണ്ട എന്നതാണ് IRGCയുടെ നിലപാട്. ഇപ്പോഴിതാ ഇസ്രയേലിനെ പുകഴ്ത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. യുഎസിന്റെ മഹത്തായ സഖ്യകക്ഷിയാണ് ഇസ്രയേൽ എന്ന് ട്രംപ് പറഞ്ഞു. ധീരനും വീരനും വിശ്വസ്തനും ധൈര്യശാലിയുമാണ് ഇസ്രയേൽ. ജനങ്ങൾക്ക് ഇസ്രയേലിനെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അവർ യുഎസിന്റെ മികച്ച പങ്കാളികളാണ്. അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഇപ്പോൾ ഇസ്രായേലിനെതിരെ ശക്തമായ ചില വികാരങ്ങൾ ഉയർന്നു പൊങ്ങുന്നതിനിടയിലാണ് ട്രംപ് ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്നത്. ഇസ്രായേലിനുള്ള ആയുധ വിതരണം നിർത്തിവെക്കണമെന്ന പ്രമേയം ഇക്കഴിഞ്ഞ ദിവസം സെനറ്റിൽ വന്നിരുന്നു. എന്നാൽ ഭൂരിപക്ഷം ആ പ്രമേയം തള്ളിക്കളഞ്ഞു. സംഘർഷത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും സമയത്ത് തനിനിറം കാണിക്കുന്ന മറ്റുള്ളവരെ പോലെയല്ല ഇസ്രയേൽ. ധീരരും ധൈര്യശാലികളുമായ ഇസ്രയേലിനെ പോലുള്ള രാജ്യങ്ങളെയാണ് അമേരിക്കൻ സഖ്യരാജ്യങ്ങളായി ആവശ്യം എന്ന് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. അവർക്ക് നന്നായി പോരാടാൻ അറിയാം. ഇതുപോലെയുള്ള ധൈര്യശാലികൾക്ക് മാത്രമാണ് ലോകക്രമം നിശ്ചയിക്കാൻ കഴിയുന്നത്. പോരാടാൻ മാത്രമല്ല, എങ്ങനെ വിജയിക്കണമെന്നും അവർക്ക് നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയെ അവർ ചേർത്ത് പിടിക്കുന്നത്. ഏറ്റവും കഠിനമായ അവസ്ഥയിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയ ഉപരോധം ആദ്യഘട്ടത്തിൽ പൂർണ്ണ വിജയമായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ച് ഉപരോധം അമേരിക്കൻ നാവികസേന അതിശക്തമായ പട്രോളിംഗാണ് മേഖലയിൽ ഏർപ്പെടുത്തിയത്. 12 യുദ്ധക്കപ്പലുകൾ മേഖലയിൽ വിന്യസിച്ചുകൊണ്ട് അമേരിക്ക ഇറാനെ വിറപ്പിച്ചു കളഞ്ഞു. 10,000-ഓളം മറീനുകൾ ഈ യുദ്ധക്കപ്പലുകളിൽ നിലയുറപ്പിച്ചു. മറുവശത്ത് ഹോർമുസ് കടലിടുക്കിലെ പട്രോളിംഗിൽ നിശ്ചലമാക്കപ്പെട്ടു ഇറാൻ തുറമുഖങ്ങൾ. സാമ്പത്തിക രംഗത്ത് വലിയ തളർച്ച, സാമ്പത്തിക അരാജകത്വം രാജ്യത്തെ തളർത്തുന്ന കാഴ്ച. തൊട്ടുപിന്നാലെ ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഇറാൻ ഒരു ആക്രമണ ശൈലി പുറത്തെടുത്തു. തിങ്കളാഴ്ച ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച. ആ ചർച്ചയിൽ അമേരിക്കയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ഇറാന്റെ തന്ത്രം. ഹോർമുസ് കടലിടുക്കിലെ ഗുഹകളിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മോസ്കിറ്റോ ഫ്ലീറ്റുകൾ എന്നറിയപ്പെടുന്ന ആക്രമണ കപ്പലുകളുടെ നീണ്ട വ്യൂഹം പുറത്തേക്കിറക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ ചെയ്തത്. ചെറുബോട്ടുകളാണിവ. യന്ത്രത്തോക്കുകൾ ഘടിപ്പിച്ച ഈ ചെറുബോട്ടുകൾ കടലിലേക്ക് ഇറക്കി അതിവേഗം ശത്രുവിൻ്റെ യുദ്ധ കപ്പലുകളെ കണ്ടെത്തി അവയെ ആക്രമിച്ച് മിന്നൽ വേഗതയിൽ അപ്രത്യക്ഷമാവുക. അതാണ് ഇറാൻ്റെ ആക്രമണതന്ത്രം. ഈ ആക്രമണതന്ത്രമാണ് ഇന്ത്യയുടെ 2 വെസലുകൾക്ക് നേരെയുള്ള വെടിവെപ്പിൽ നമ്മൾ കണ്ടത്. പാഞ്ഞു വരുന്ന സ്പീഡ് ബോട്ടുകൾ പെട്ടെന്ന് വെടിയുതിർത്ത് അവ അപ്രത്യക്ഷമാകുന്നു. അമേരിക്കൻ ഉപഗ്രഹങ്ങൾക്ക് പോലും അവയെ കണ്ടെത്താൻ കഴിയില്ല. കൂട്ടത്തോടെ കൊതുകുകളെപ്പോലെ പാഞ്ഞു വരുന്ന സ്പീഡ് ബോട്ടുകളുടെ നീണ്ട ആക്രമണം. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ അമേരിക്ക ഒട്ടൊന്ന് ശങ്കിച്ചു. പെട്ടെന്ന് തന്നെ വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ വൃത്തങ്ങളെ വിളിപ്പിച്ചു വരുത്തി. കൂടിയാലോചനകൾക്ക് ശേഷം അതിശക്തമായ നടപടികൾ തുടരാൻ ട്രംപ് തീരുമാനമെടുത്തു. തുടർന്നാണ് ട്രംപ് ലോകത്തോട് പറഞ്ഞത്, ഇനി ലോകത്തിൻ്റെ ഏതു കോണിൽ ഇറാനുമായി ബന്ധപ്പെട്ട വാണിജ്യ കപ്പലുകൾ അവർ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അമേരിക്ക അവയെ പിടിച്ചെടുക്കും.
ഇറാൻ തുറമുഖങ്ങളിൽ മാത്രമല്ല ഇനി ഇറാൻ ഉപരോധം നേരിടാൻ പോകുന്നത്. ഇറാനെ സാമ്പത്തികമായി തളർത്തി ഹോർമുസ് കടലിടുക്കിലുള്ള അവരുടെ അവസാന നിയന്ത്രണവും അവസാനിപ്പിക്കലായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. പേർഷ്യൻ ഉൾക്കടലിന് പുറത്ത് ലോകത്താകെയുള്ള പുറംകടലിലൂടെ സഞ്ചരിക്കുന്ന ഇറാൻ കപ്പലുകളുടെ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാനെതിരെ അന്തിമ യുദ്ധത്തിനുള്ള സമയമായി എന്ന് ട്രംപ് പറഞ്ഞു. തിങ്കളാഴ്ച ഇസ്ലാമാബാദിൽ നടക്കാനിരുന്ന ചർച്ചകൾ നടക്കില്ല എന്ന് ട്രംപ് തന്നെ സൂചിപ്പിക്കുന്നു. തുടർന്നാണ് ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ചർച്ചകൾ പൊളിഞ്ഞതോടെ ഇനി ആക്രമണം മാത്രമേ തങ്ങൾക്ക് മുന്നിലുള്ളൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിഞ്ഞു. ഇതിന് പിന്നാലെയാണ് അമേരിക്ക ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചകളല്ല, ആക്രമണത്തിലൂടെ വേണം ഇറാനെ താഴെ വീഴ്ത്താൻ എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അമേരിക്ക എപ്പോൾ ആവശ്യപ്പെട്ടാലും ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ ശക്തരാണ് എന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തു. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണത്തിലായിരുന്നു ഇസ്രായേൽ. അപ്രതീക്ഷിതമായ ഒരു വെടിനിർത്തൽ കരാറിൽ ഇസ്രായേലിനെ എത്തിച്ചതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി അമേരിക്ക ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കണമെങ്കിൽ ലെബനനും ഇസ്രായേലിനുമിടയിൽ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരണമെന്ന് ട്രംപ് ശഠിച്ചു. ഇതിന് വിധേയനാവുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. തെക്കൻ ലെബനൻ, പ്രത്യേകിച്ച് ലിറ്റാനി നദിക്ക് ഇക്കരെയുള്ള ഭാഗം തങ്ങളുടെ ഭാഗമായി കൂട്ടിച്ചേർക്കാനുള്ള യുദ്ധമാണ് തങ്ങളിപ്പോൾ നയിക്കുന്നത് എന്ന് നെതന്യാഹു ആവർത്തിച്ച് ട്രംപിനോട് പറഞ്ഞു നോക്കി. നേരത്തെ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾക്കിടെ മൈനുകൾ നീക്കം ചെയ്യുന്ന US കപ്പലിനെ ചൊല്ലി കടുത്ത തർക്കമുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിങ്ങളുടെ മൈൻവാരി കപ്പലുകൾ നിലവിലെ സ്ഥാനത്ത് നിന്ന് അല്പം പോലും മുന്നോട്ട് നീങ്ങിയാൽ ഞങ്ങൾ വെടിവെച്ചിടുമെന്നാണ് അന്ന് ഇറാൻ സ്പീക്കർ അമേരിക്കൻ പ്രതിനിധി സംഘത്തോട് പറഞ്ഞത്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവൻ അമേരിക്കയ്ക്ക് കൈമാറണമെന്നും ട്രംപ് ശക്തമായി ശഠിച്ചു. ഈ ആവശ്യം ചർച്ച ചെയ്യില്ല എന്ന നിലപാടാണ് പിന്നീട് ഇറാൻ കൈക്കൊണ്ടത്. ഇതും ചർച്ചകൾ മുടങ്ങാനുള്ള കാരണമായി. അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചിടുമെന്ന് പ്രഖ്യാപിച്ചത്. ഒരു ദിവസം മുൻപ് ഇറാൻ വിദേശകാര്യമന്ത്രി അരാക്ചി അന്താരാഷ്ട്ര ജലപാത സ്വതന്ത്രമായി വിട്ടുകൊടുക്കുന്നു എന്നായിരുന്നു പ്രഖ്യാപിച്ചത്. അതിന് ഘടകവിരുദ്ധമാണ് മേഖലയിലെ സംഭവ വികാസങ്ങൾ. IRGC യാതൊരു വിധത്തിലും ഭരണകൂടത്തിന് മുന്നിൽ വിധേയരാകുന്നില്ല. അതാണ് ഇറാനിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഏതാനും കപ്പലുകൾ കടലിടുക്കിലൂടെ കടന്നുപോയിരുന്നു. ഉടൻ തന്നെ ട്രംപിന്റെ ഒരു പ്രഖ്യാപനവും വന്നു. കടലിടുക്ക് പൂർണ്ണ സ്വതന്ത്രമായിരിക്കുന്നു. ഇതാണ് IRGCയെ ചൊടിപ്പിച്ചത്. ഇതിനെ തുടർന്ന് ഇറാനിയൻ കപ്പലുകൾക്കും തുറമുഖങ്ങൾക്കും നേരെയുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിച്ചില്ലെന്നും അതുകൊണ്ട് തന്നെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പൂർണ്ണതോതിൽ മേഖലയിൽ ആക്രമണം നടത്തുമെന്നും അവർ പ്രഖ്യാപിക്കുന്നു. തുടർന്ന് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ അവർ ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ നങ്കൂരമിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കപ്പലുകൾ യാത്ര തുടരരുത് എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിനെ സമീപിച്ചാൽ ശത്രുവുമായി സഹകരിക്കുന്നതായി കണക്കാക്കുമെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഗൺബോട്ടുകൾ അവയ്ക്ക് നേരെ വെടിവെപ്പ് നടത്തുമെന്നും IRGC പറയുന്നു. കപ്പലുടമകൾ റവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മാത്രം വിവരങ്ങൾ ശേഖരിക്കണമെന്നാണ് IRGC പറഞ്ഞത്. US-ന്റെ പ്രസ്താവനകൾ വിശ്വാസയോഗ്യമല്ല എന്ന് IRGC പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ ഇത്തരം ഉമ്മാക്കികൾ കാട്ടി തങ്ങളെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല, ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കഴിയില്ല എന്ന് ട്രംപ് തുടർന്ന് നിലപാടെടുത്തു. സിറ്റുവേഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ഇത് തന്നെയാണ് വ്യക്തമാക്കിയത്. ഇറാൻ അവരുടെ ഇത്തരം പൊടി നമ്പറുകൾ കൊണ്ട് അമേരിക്കയെ ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന് ഉദ്ദേശിക്കേണ്ട. സമ്മർദ്ദ തന്ത്രങ്ങൾ കൊണ്ട് US-നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഇറാനെ അനുവദിക്കില്ല എന്ന് ട്രംപ് നിലപാട് വ്യക്തമാക്കി. അന്തിമ യുദ്ധം മാത്രമേ ഇനി തങ്ങൾക്ക് മുന്നിൽ ഒരു പോംവഴിയായുള്ളൂ എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് വീണ്ടും ട്രംപ് ഇസ്രായേലിനെ ചേർത്തു പിടിക്കുന്നത്. ഇറാൻ സൈന്യം വെടിവെച്ചത് ഇന്ത്യൻ എണ്ണക്കപ്പലുകൾക്ക് നേരെയെന്നത് ഇന്ത്യയെ ഞെട്ടിച്ചു. തുടർന്ന് ഇറാൻ അംബാസഡറെ വിളിപ്പിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. മേഖലയിലെ സ്ഥിതിഗതികളിൽ ഇറാനെ ഇപ്പോൾ തള്ളിപ്പറയേണ്ട എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. 20 ലക്ഷം ബാരൽ എണ്ണയുമായി ഹോർമുസ് കടക്കുകയായിരുന്ന ജാഗ് അർണവ് എന്ന കപ്പലിന് നേർക്കാണ് ഒമാന്റെ വടക്കൻ തീരത്ത് വെച്ച് ഇറാൻ സൈന്യം വെടിയുതിർത്തത്. മറ്റൊരു കപ്പലായ സൻമാൻ ഹെറാൾഡും ഈ സമയം ഹോർമുസിലുണ്ടായിരുന്നു. യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല. ഇറാന്റെ ആണവ അവശിഷ്ടങ്ങൾ അമേരിക്ക പിടിച്ചെടുത്തിരിക്കും. ഇത് എൻ്റെ വാക്കുകളാണ് എന്ന് ട്രംപ് ആവർത്തിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടുതൽ കരുത്തോടെ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിശബ്ദനായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു.
അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ വിജയിക്കുമോ എന്നുറ്റുനോക്കിയിരുന്ന ഇസ്രയേൽ ചർച്ചകൾ പൊളിഞ്ഞതോടെ കരുത്തോടെ വീണ്ടും കളത്തിലിറങ്ങുന്നു. വെടിനിർത്തലിൻ്റെ ഭാഗമായി ആയുധശേഖരം വീണ്ടും സജ്ജമാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന നിലപാടാണ് ഇസ്രയേൽ ഉയർത്തുന്നത്. ചർച്ചകൾ തകരുമെന്നും മേഖലയിലെ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും ഇസ്രയേൽ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മേഖലയിൽ വീണ്ടും ആക്രമണത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ പൂർണ്ണ തയ്യാറെടുപ്പുകളോടെ നേരത്തെ തന്നെ പൂർത്തിയാക്കി. വാഷിംഗ്ടന്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരിക്കുന്നു. ഇറാനിൽ നിന്ന് യാതൊരുവിധ വിവരങ്ങളും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. ഇറാനുമായി ഈജിപ്തിനോട് സംസാരിക്കാൻ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നു. ഇസ്രായേലിനെ യാതൊരു വിധത്തിലും കുറ്റപ്പെടുത്താൻ കഴിയാത്ത പ്രത്യേക സമ്മർദ്ദത്തിലാണ് പാകിസ്ഥാൻ. നിർണായകമായ ഒരു പ്രതിസന്ധി ഘട്ടമാണ് ലോകത്തിന് മുന്നിലുള്ളത്. ആഗോള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കുന്ന ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് യൂറോപ്പ് ഭയപ്പെടുന്നു. പലപ്പോഴും ഭയന്നു മാറി നിന്ന യൂറോപ്പിനെയാണ് ഈ യുദ്ധത്തിൽ അമേരിക്ക കണ്ടത്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ ചേർത്ത് പിടിച്ച അമേരിക്ക നിർണായക ഘട്ടങ്ങളിൽ തങ്ങൾക്കൊപ്പം ഇസ്രയേൽ എന്ന ഒറ്റ രാജ്യം മാത്രമേയുള്ളൂ എന്ന പ്രഖ്യാപനം നടത്തിയത്. ചർച്ചകൾ അവസാനവട്ടം ഒരു വിജയത്തിലേക്ക് എത്തുന്നു എന്ന തോന്നൽ ജനിച്ചപ്പോൾ, ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ ഉപരോധം വിജയിച്ചപ്പോൾ നാറ്റോ സഖ്യരാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കയോട് ചോദിച്ചു, തങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് സഹായം അമേരിക്കയ്ക്ക് വേണമെന്ന്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനി ഒരു സഹായവും വേണ്ട എന്നാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇപ്പോഴും പ്രതിരോധിക്കാനുള്ള ഇറാന്റെ കഴിവ്, ആക്രമിക്കാനുള്ള ശക്തി, അതിനെ ഉയർത്തിക്കാട്ടി ചിലർ അമേരിക്കയെ പരിഹസിക്കുന്നു. അവരോട് ട്രംപ് പറയുന്നത് ഇത്രമാത്രം: ഇറാൻ ശക്തമായ ഒരു രാജ്യമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ യുദ്ധത്തിനിറങ്ങിയത്. എന്നാൽ ഇറാനെ ഇത്രമാത്രം ശക്തനായി ഇനിയും മേഖലയിൽ നിലനിർത്തിയാൽ അത് ഞങ്ങൾക്ക് മാത്രമല്ല മറ്റ് നിരവധി രാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തും. അതുകൊണ്ട് തന്നെ അതിനെ തകർക്കുക മാത്രമെന്ന പോംവഴിയായിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ. ഇസ്രയേൽ നിർവഹിക്കുന്നത് അത്തരമൊരു മഹത്തായ കടമയെന്നാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ പതാകയുള്ള ഏതൊരു കപ്പലിനെയും തങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്ക പറയുന്നു. ഇത്തരമൊരു ആക്രമണത്തിനുള്ള അനുവാദം ഇസ്രയേലിനും അമേരിക്ക കൈമാറുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ. US ജോയിന്റ് ചീഫ്സ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ഇക്കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇറാനിയൻ എണ്ണ വഹിക്കുന്ന ഡാർക്ക് ഫ്ലീറ്റ് കപ്പലുകൾക്ക് നേരെയും ഞങ്ങൾ ആക്രമണം നടത്തും. ഡാർക്ക് ഫ്ലീറ്റ് കപ്പലുകൾ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾ, ഉപരോധങ്ങൾ, ഇൻഷുറൻസ് ആവശ്യകതകൾ എന്നിവ ഒഴിവാക്കുന്ന നിയമവിരുദ്ധമായ കപ്പലുകളാണ്. 10,000-ലധികം നാവികർ, മറൈൻ വ്യോമസേനാംഗങ്ങൾ, 1 ഡസനിലധികം കപ്പലുകൾ എന്നിവ ഈ ദൗത്യത്തിനായി അമേരിക്ക ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നു. ഡാർക്ക് ഫ്ലീറ്റ് കപ്പലുകൾ ഉപയോഗിച്ച് ഇറാനിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി പോകുന്നത് ചൈനയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ചൈനയെ അമേരിക്ക കൃത്യമായി ഇപ്പോൾ ഉന്നം വയ്ക്കുന്നു. എടുത്തുചാടി അന്തിമയുദ്ധത്തിലേക്ക് പോകരുത്, സമാധാന കരാറിൻ്റെ വക്കിലെത്തിയതാണ് കാര്യങ്ങൾ എന്ന് പാകിസ്ഥാൻ വീണ്ടും പറയുന്നു. ഇറാനെ തങ്ങൾ വീണ്ടും അനുരഞ്ജന ഭാഷണങ്ങളിലൂടെ ഇസ്ലാമാബാദിലെ ചർച്ചാമേശയിൽ എത്തിക്കുമെന്ന അവകാശവാദമാണ് പാകിസ്ഥാൻ ഇപ്പോഴും അമേരിക്കയ്ക്ക് മുന്നിൽ വയ്ക്കുന്നത്. വ്യാഴാഴ്ചയാണ് US മധ്യസ്ഥതയിൽ ഇസ്രയേലും ലെബനനും തമ്മിൽ ഒരു 10 ദിവസ പ്രത്യേക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരമൊരു വെടിനിർത്തലിന് അനുവാദം നൽകിയത്. എന്നാൽ ഇറാനിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചാൽ ഈ വെടിനിർത്തൽ കരാർ കൂടി അസാധുവാകും എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ. ഇസ്രയേൽ ഒരുപക്ഷെ ലെബനന് നേർക്ക് വീണ്ടും ആക്രമണത്തിന് മുതിർന്നേക്കുമെന്ന ഭയം ലെബനൻ ജനത്തിനുണ്ട്. വെടിനിർത്തൽ കരാർ ബുധനാഴ്ച അവസാനിക്കുന്നതോടെ വീണ്ടും യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ. സമാധാന ചർച്ചകളിൽ പുരോഗതി ഉണ്ടെങ്കിലും അന്തിമ കരാറിലേക്ക് എത്താൻ കഴിയില്ല എന്ന നിലപാട് ഇറാൻ കൈക്കൊണ്ടതാണ് ഈ അന്തിമ യുദ്ധത്തിനുള്ള കാരണം. ഇറാനുമായി മികച്ച രീതിയിൽ ആശയവിനിമയം നടന്നു എന്ന അവകാശവാദമാണ് ഇപ്പോഴും ട്രംപ് ഉയർത്തുന്നത്. US-നെ ഭീഷണിപ്പെടുത്താൻ ഇറാൻ ശ്രമിക്കരുത് എന്ന് ആവർത്തിച്ച് അദ്ദേഹം മുന്നറിയിപ്പും നൽകുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രയേലിനെ ചേർത്ത് പിടിച്ച് വീണ്ടും ഇറാനെതിരെ അതിശക്തമായ യുദ്ധത്തിന് അമേരിക്ക ഇപ്പോൾ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.